മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും ടേൽസ് ഓഫ് ഷാലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ യൂട്യൂബ് എടുത്ത് ഷോർട്സ് ഇടാറുണ്ട്, അല്ലാണ്ട് ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം 2 ആഴ്ചയായി. അപ്പം ഞാൻ വിചാരിച്ചു നോക്കി രണ്ട് കളിപ്പിച്ച് ഇന്ന് വീഡിയോ ഇടാം. അപ്പം ഇന്ന് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി വീഡിയോ ഇടാന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് മഴ പെയ്യാൻ നോക്കുന്നുണ്ട്. പെയ്തിട്ടില്ല, മഴ പെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പുറത്തൊട്ട് ലൈറ്റില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടെയും വലിയ ലൈറ്റ് ഒന്നുമില്ല. ഇവിടെ പിന്നെ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിന് 2-3 ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ലൈറ്റ് വെച്ചെന്നല്ല, ലൈറ്റ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നത്. വലിയ ക്ലാരിറ്റി ഇല്ല, നിങ്ങളുടെ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇന്നിപ്പോ എന്ത് ചെയ്യുന്നത് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇടയിൽ, അതായത് ഒരു കാലത്ത് ഞാൻ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കിയിട്ട് പിന്നെ ഞാനായിട്ട് കൊണ്ടും കളഞ്ഞ ഒരു സാധനത്തിനെ കുറിച്ച് പറയാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നിങ്ങളെല്ലാവരും കമ്പനി കണ്ടിട്ടുണ്ടാവും, വെയിറ്റ് ലോസിന്റെ സമയത്ത് ഞാൻ വരുത്തി വെച്ച ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. അതും പിന്നെ വെയിറ്റ് ലോസ് റിലേറ്റഡ്. എനിക്ക് തോന്നുന്നു എന്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന്റെയാണ്. അപ്പൊ വെയിറ്റ് ലോസിനെ കുറിച്ച് അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതല്ലാണ്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ച് ബാക്കി എന്താ പറയാ, അതിന് ഫോളോ അപ്പ് ചെയ്യുന്ന രീതിക്ക് ഞാൻ വെയിറ്റ് ലോസ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരു ദിവസം പോളൊക്കെ ചെയ്ത് ചോദിച്ചിരുന്നു ഞാൻ അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് വെച്ചിട്ട് കുറെ ഓപ്ഷൻസ് ഇട്ടിരുന്നു. അപ്പൊ അതിലും അതെ കുറെ പേര് വെയിറ്റ് ലോസ് വീഡിയോസിന് ആണ് കുറെ പേര് എന്താ പറയാ പോൾ ചെയ്തത്. കുറെ പേരൊന്നുമില്ല, ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതിനാകെ 1-2 ആൾക്കാരായിരിക്കും. എന്തായാലും അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ശരി, വെയിറ്റ് ലോസ് റിലേറ്റഡ് വീഡിയോ ഇടാം. അപ്പോ എന്നെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം നമ്മൾ കൊറോണയുടെ ആ ഒരു ടൈമിലാണ്. കൊറോണയുടെ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല എന്താ പറയാ, നല്ല ഇപ്പൊ അത്യാവശ്യം തടിയിലും, പക്ഷെ ഇതിനേക്കാളും ഡബിൾ സൈസിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഒരു 86 കിലോ ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ടൈമിൽ, അതായത് ഞങ്ങൾ +2 ഒക്കെ ഉള്ള ടൈമിലാണ് കൊറോണ വരുന്നത്. അപ്പോൾ ഈ മറ്റേ +2 എക്സാംസ് കാര്യങ്ങളൊക്കെ എന്താ പറയാ, അതൊക്കെ കഴിഞ്ഞ ആ ഒരു ലോക്ക്ഡൌൺ പീരീഡ് വന്നു. അപ്പൊ ആ പീരീഡ് വന്ന സമയത്ത് എനിക്ക് യോഗ കുറച്ച് ബേസിക്സ് അറിയായിരുന്നു. അപ്പൊ ഞാൻ അത് വെച്ച് യോഗ ചെയ്ത് പിന്നെ യൂട്യൂബ് നോക്കാൻ തുടങ്ങി. അങ്ങനെ HIIT-നെ കുറിച്ചും ടബാറ്റയെ കുറിച്ചും പിന്നെ അതേപോലെ തന്നെ സൂംബ അങ്ങനത്തെ വർക്കൗട്ടുകളെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങി. പിന്നെ ഞാൻ അതൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങി. ശേഷം ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ഏകദേശം തീരാനായപ്പോ പിന്നെ ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അറിയുന്നവരൊക്കെ പറയാൻ തുടങ്ങി, മെലിഞ്ഞിട്ടുണ്ട്, തടി കുറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് എന്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയത്. അപ്പോ എന്നിട്ട് ഏകദേശം എനിക്ക് ഏറ്റവും ഹാപ്പി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിലൊന്നും പോവാണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക്, എന്തുകൊണ്ടാണ് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് എന്ന് പറഞ്ഞത് എന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് ഞാൻ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് വേണമെന്നൊന്നും ഒരു കാര്യം അവോയ്ഡ് ചെയ്യാണ്ട് തന്നെ, പൊതുവെ എല്ലാവരും എന്താ പറയുക, ഷുഗർ അവോയ്ഡ് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്യുക, ഇത് അവോയ്ഡ് ചെയ്യുക, ഫ്രൈഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യാണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൺവീനിയന്റ് ആയ രീതിക്കാണ് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റ് ലോസ് ജേർണിയുടെ ഇടയിൽ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ വരുത്തി വെച്ച മിസ്റ്റേക്ക് കാര്യങ്ങൾ എന്താ എന്ന് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോ അതിന്റെ മുന്നേ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. അതിന് തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കണും കൂടി അമർത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം, അത് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും അത് മിക്കവാറും ആൾക്കാർ, ഇപ്പോൾ ഷോർട്സ് ആണെങ്കിൽ പിന്നെയും കാണും, ലോങ് വീഡിയോസ് ആണെങ്കിൽ എന്തായാലും സ്കിപ്പ് അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ 1-2 ആൾക്കാർ ഫുൾ വീഡിയോ കാണാറുള്ളൂ. എന്തിനധികം പറയുന്നത്, ഞാൻ വരെ എൻ്റെ വീഡിയോ മൊത്തത്തിൽ എന്ത് കാണാറുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ, വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതിലിപ്പോൾ കുറെ കട്ട് ചെയ്യാണ്ടാവും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ വിചാരിക്കും, ഇപ്പൊ 10 മിനിറ്റ് ഞാൻ ഇത് ഫുള്ള് ഇത് കാണണ്ടേ, നല്ല എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിക്കാണ് ഞാൻ തന്നെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് കുറ്റം പറയാൻ പറ്റൂല. പിന്നെ എന്താ പറയാ, പക്ഷെ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് കാണുക. കാരണം എനിക്കറിയാമല്ലോ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയാമല്ലോ, ഞാനിപ്പോ ഈ ഒരു 10 മിനിറ്റിന് മുന്നിൽ നിന്ന് സംസാരിക്കും, ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ എനിക്കറിയാമല്ലോ. പിന്നെ അത് പിന്നെ റിപ്പീറ്റ് അടിക്കുമ്പോൾ എനിക്കൊരു മടുപ്പ് വരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ലല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫുള്ള് ഇരുന്നെങ്കിൽ കാണുക, വേറെ വഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ
പറഞ്ഞു. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്റെ വാച്ച് അവർ കയറുള്ളൂ. ഇപ്പൊ വാച്ച് അവറും പിന്നെ എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുള്ളൂ. പിന്നെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്ന് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഉൾപ്പെടുത്തില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ എന്താ പറയുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന്റെ 550 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ലവ് യു ഓൾ. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലോട്ട് തിരിച്ചു വരാം. പറഞ്ഞ എവിടെയൊക്കെ ഇപ്പൊ കഥയിലോട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മള് എന്താ പറയാ അപ്പൊ നമ്മുടെ കൊറോണ ടൈം. അപ്പൊ ഞാൻ ശരിക്കും വെയിറ്റ് ലോസ് മിസ്റ്റേക്കാണ്, ഞാൻ വരുത്തി വെച്ച മിസ്റ്റേക്കാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ അത് പറയണമെങ്കിൽ അതിന് മുന്നേ ഉള്ള കഥനഗതികളും ഫുൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാം. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും നല്ല ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ആയിരുന്നു. എനിക്ക് അത്യാവശ്യം വ്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അതിന് 550 വ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് പറയുമ്പോൾ അത് 34 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് 550 വ്യൂസ് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് സംബന്ധിച്ചത് വലിയ കാര്യം. അതിനുശേഷം എനിക്ക് ഒറ്റ വീഡിയോയിലും അത്രയും വ്യൂസ് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് വീഡിയോയിൽ അത്രയും വ്യൂസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതിനും കുറച്ചും കൂടി എന്താ പറയുക ഇതിനെ കുറിച്ച് പിന്നെ ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടില്ല. കാരണം ബാക്കി പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ആർക്കും പ്രത്യേകിച്ച് കുളമില്ലാത്ത വീഡിയോസ്. അതായത് ഈ പറയുന്ന ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ മൈ ഡ്രസ് കളക്ഷൻ, ഇപ്പൊ എന്റെ ഡ്രസ് കളക്ഷൻ അല്ലെങ്കിൽ എന്റെ മേക്കപ്പ് കളക്ഷൻ, ഇതൊന്നും നിങ്ങളെ കളിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കഥയിലോട്ട് കിടക്കാം. കാരണം പറഞ്ഞ ഷെയ്ഡ് വിറ്റായ വീഡിയോ നിങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ ലോക്ക്ഡൌൺ അതായത് 2019 എനിക്ക് തോന്നുന്നു നവംബറിലോ ഒക്ടോബറിലൊക്കെയല്ലേ ലോക്ക്ഡൌൺ വന്ന്. അപ്പൊ എന്തായാലും ആ ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഞാൻ പയ്യെ വീട്ടില് ആദ്യം ഞാൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ എക്സസൈസ് എടുക്കാൻ തുടങ്ങി. ഡെയിലി ഒരു അരമണിക്കൂറില്ല, ഒരു 15 മിനിറ്റ് ഒക്കെ ഞാൻ ആദ്യം എടുത്തിരുന്നു. ഇപ്പോഴും അല്ലേ, പലപ്പോഴും ഞാൻ 15 മിനിറ്റ് ഒക്കെ എക്സസൈസ് എടുക്കാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പയ്യെ എക്സസൈസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എക്സസൈസ് എടുത്തെടുത്ത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ യോഗയായിരുന്നു അത് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വെയിറ്റ് ലോസ് അത് ഇത് മറ്റേ കുറച്ചതൊക്കെ പറഞ്ഞ് കുറെ സെർച്ച് ചെയ്തപ്പോൾ വേറെ കുറെ എക്സസൈസുകൾ കിട്ടി. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന് കൂട്ടത്തിൽ ഇങ്ങനെ പോഷൻ പിന്നെ മറ്റേ നമ്മുടെ ഡയറ്റിനെ കുറിച്ചൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ കീറ്റോ ഡയറ്റ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, പിന്നെ എന്താ പറയാ നമ്മുടെ ഫ്രൂട്ട് ഡയറ്റ്, അങ്ങനെ കുറേ തരം ഡയറ്റിനെ കുറിച്ച് കണ്ടു. പിന്നെ അതേപോലെ തന്നെ മറ്റേ റൈസ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി മാത്രം കഴിക്കുന്ന ഡയറ്റ്. പക്ഷെ ഇതൊന്നും എന്റെ വീട്ടിൽ പോസിബിൾ അല്ല ഇൻ ദ സെൻസ് എന്റെ വീട്ടിലൊക്കെ പറഞ്ഞാൽ അതിന് ആട്ടും തിന്നാണ്ട് ഉള്ള ഡയറ്റ് ഒന്നും വേണ്ടെന്നാവും എന്റെ വീട്ടിൽ പറയാം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ എന്താ പറയുക ഡയറ്റ് എന്തായാലും ഇപ്പൊ ഈ യൂട്യൂബ് വീഡിയോയിൽ പറയുന്ന പോലെ ഇപ്പൊ മുട്ട മാത്രം കഴിക്കുക അല്ലെങ്കിൽ ജ്യൂസ് മാത്രം കുടിക്കുക, ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, ഇതൊന്നും എന്റെ വീട്ടിൽ നടക്കൂല. അപ്പൊ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിലുള്ള ഫുഡ് ഐറ്റംസ് അല്ല ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ തുടങ്ങി. ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക ഇൻ ദ സെൻസ് ഇപ്പൊ എന്താ പറയുക പണ്ട് ഞാൻ 4 ചപ്പാത്തി കഴിച്ചിരുന്നു. ഇപ്പൊ ഞാൻ 2 കഴിക്കണം. എന്ന് വെച്ചാൽ 4ന് പെട്ടെന്ന് 2ക്ക് പോവല്ല ചെയ്ത് ആദ്യം 4 ചപ്പാത്തി കഴിച്ചിരുന്നു. പിന്നെ ഞാൻ 3.5 ആക്കി, 3 ആക്കി, ഇപ്പൊ 2 ആക്കി. അതിന് താഴെ പോയിട്ടില്ല, ഇതിട്ട് പോവില്ല. കാരണം നമുക്ക് മിനിമം വേണ്ടൊരു ക്വാണ്ടിറ്റി വേണമല്ലോ. അങ്ങനെ പയ്യെ ആദ്യമൊക്കെ വീട്ടിൽ നല്ല ചീത്ത കഴിക്കുമായിരുന്നു. കാരണം ഫുഡൊന്നും കഴിക്കേണ്ട വയ്യാണ്ടാവും. പിന്നെ എനിക്ക് ഒന്നാമത് BP കുറയുന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഇടയ്ക്ക് BP കുറഞ്ഞ് ബോധം കെട്ട് വരും. അപ്പൊ അതിൻ്റെ ഇടയിൽ നീ ഫുഡും കൂടെ കഴിക്കാണ്ടായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല രീതിക്ക് ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നവര് മാത്രം ഈ പണിക്ക് നിൽക്കുക. കുറച്ചൊക്കെ നമ്മൾ കഷ്ടപ്പെടുന്നല്ലോ, കുറച്ച് ചീത്ത വീട്ടുകാരുടെ ചീത്തല്ല, നമ്മളോടുള്ള കൺസേൺ കൊണ്ടായിരിക്കും പറയുന്നുണ്ടാവാൻ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചീത്ത കേൾക്കും. പക്ഷെ എന്നാലും ഞാൻ ഈ ചെവിക്കൂടെ കെട്ടി ഈ ചെവിക്കൂടെ വിടുന്നതിലേക്ക് ഇതാക്കിയിട്ട് ഞാനങ്ങനെ എന്താ പറയാ ഫുഡൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോഴും ഞാൻ 2 ചപ്പാത്തി അല്ലെങ്കിൽ 2 ദോശ ഒക്കെ ഞാൻ കഴിക്കാറുണ്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ചോറ് പിന്നെ പണ്ട് മുതലേക്ക് ചോറിനോട് വലിയൊരു താല്പര്യമാണ്, കുറച്ച് കഴിക്കുന്നു. അപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ പറയാ പിന്നെ എന്റെ വീട്ടിൽ പൊതുവെ രാത്രി ചോറല്ല ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാറ്. അപ്പോ അത് തന്നെ കഴിക്കും, പറഞ്ഞ പോലെ 2 കഴിക്കും. അപ്പൊ അങ്ങനെ പിന്നെന്ന് പറഞ്ഞാല് മറ്റേ ബേക്കറി ഐറ്റംസിന് മെയിനായിട്ട് എനിക്ക് മറ്റേ കറുമുറു ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. അതിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. അപ്പൊ അത് എനിക്ക് അത്യാവശ്യം ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. കാരണം അത് എനിക്ക് താല്പര്യമില്ല. പിന്നെ അതുപോലെ മിക്സ്ചർ, ചിപ്സ് ഇതൊക്കെ ഇതൊക്കെ കഴിക്കൽ കുറവാണ്. അപ്പോ എന്താ പറയാ അപ്പൊ അതുകൊണ്ട് അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നു. പിന്നെന്ന് പറഞ്ഞാല് എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്.
ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണം. അതുപോലെ ഐസ്ക്രീം, ഇതൊക്കെ എന്റെ മുന്നിൽ കൊണ്ടുവച്ച് ഞാൻ കഴിക്കും. അപ്പൊ പിന്നെ ഞാൻ ഡയറ്റാണ്, തടി കുറയ്ക്കണമെന്നൊന്നും നോക്കാറില്ല. കാരണം നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കും. അപ്പൊ പിന്നെ നമ്മൾ ഓവർ കൺട്രോൾ എടുത്തിട്ട് ഇപ്പൊ ഞാൻ ചില ആൾക്കാരുണ്ടാവും ചായ അല്ലെങ്കിൽ കാപ്പി. എനിക്കിപ്പോ ചായ കാപ്പി പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്ക് വലിയ അഡിക്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു 2-3 കൊല്ലമായിട്ട് റെഗുലർ ആയിട്ട് ചായ കുടിക്കാറ്. അപ്പൊ എപ്പോഴെങ്കിലും ഇപ്പൊ അമ്മേന്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടിൽ പോവുക, എന്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സിനെ കാണാൻ പോകുക, അങ്ങനെയൊക്കെ ഞാൻ ചായ കുടിക്കാറ്. അല്ലാണ്ട് ഞാൻ ചായ കുടിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ചെയ്തൊരു പരിപാടി എന്താ, ചായയിൽ ഞാൻ ഒഴിവാക്കി, കാപ്പിയിൽ ഞാൻ ഒഴിവാക്കി. ചായയിൽ കാപ്പിയിൽ ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ ഷുഗർലെസ് കുടിക്കണം. ഷുഗർലെസ് കുടിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ചായ കാപ്പി കുടിക്കാണ്ടിരിക്കുക. കാരണം ഒരു കയ്പല്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചായ കാപ്പി ഇപ്പൊ അങ്ങനെ റെഗുലർ ആയിട്ട് കുടിക്കാറില്ല. എപ്പോഴെങ്കിലും ഒക്കേഷണലി എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം. അപ്പൊ അതേപോലെ ഞാൻ എനിക്ക് വേണ്ടത് എന്താ, എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് എന്താ, എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ നോക്കിയിട്ട് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അൺഹെൽത്തി ഓപ്ഷൻസ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. അത് വിചാരിച്ചാൽ ഞാനിപ്പോ എനിക്ക് ഒരാളെ മിക്സർ മുന്നിൽ കൊണ്ടുവച്ച് ഞാൻ ചിലപ്പോൾ 2 ലേശം ഇട്ടിട്ട് കഴിക്കും, അല്ലാണ്ട് തീരെ കഴിക്കില്ലെന്നല്ല. പക്ഷെ എന്നാലും എനിക്ക് വേണമെന്ന് വലിയ നിർബന്ധമില്ല. കാരണം എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനങ്ങളല്ല. പകരം ഇപ്പൊ എന്റെ മുന്നിൽ നിങ്ങളിപ്പോ ബർഫിയോ അല്ലെങ്കിൽ പേടയോ അങ്ങനെ എന്തെങ്കിലും ജിലേബിയൊക്കെ കൊണ്ടുവച്ചാൽ ഞാൻ മാട്ടടി അടിക്കും. എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയുന്നതാണ്. ഞാൻ മാട്ടടി അടിക്കും. ഞാൻ ഒറ്റ ഇരിപ്പിനാണ് ചിലപ്പോൾ ആ പെട്ടി മൊത്തം നിർത്തുന്ന വരാം, ഞാൻ തീർക്കാറുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താ പറയാ, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അത്ര വേണം, അല്ലെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ. ഇപ്പൊ ചിലവർക്കൊന്നും സ്വീറ്റ്സ് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരുണ്ട്, ചോക്ലേറ്റ്സിനോട് വലിയ താല്പര്യമില്ലാത്തവരുണ്ട്. അവര് അത് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഈ കറുമുറ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടം, പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ളവർ അങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ തന്നെ ഒരു എന്താ പറയാ പ്ലാന് കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളിപ്പോ ഈ വെയിറ്റ് ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇപ്പൊ ഓക്കെ വല്ല പ്രോഗ്രാമോ അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ തടി കുറയ്ക്കുന്ന വെച്ചാൽ വെല്ലാൻ. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മളിപ്പോ ഇത് ലോങ് ടേമിൽ കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ വിചാരമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവോയ്ഡ് ചെയ്യാം. അല്ലാണ്ട് നമ്മളിപ്പോ ഇന്നിപ്പോ ഞാൻ വിചാരിക്കണം ഞാൻ ഈ ഷുഗറേ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അത് ഷുഗർ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഈ ഒരാഴ്ച ഞാൻ ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്തു. എന്നിട്ട് അടുത്ത ആഴ്ച ഞാൻ ഈ ആഴ്ചത്തേനും കൂടി കൂട്ടി ഞാൻ ഒരാഴ്ചയിലോ കഴിച്ചിട്ട് പറഞ്ഞിട്ട് മാട്ടടി അടിച്ച് അതിന് പ്രത്യേകിച്ച് കാര്യമില്ല കേട്ടോ. അപ്പൊ അതാ പറഞ്ഞത്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇടയിൽ ഒരു കോൾ വന്നുപോയി. അപ്പൊ ഒരു ഫ്ലോ അങ്ങ് പോയി. അപ്പൊ ഫ്ലോ പോയപ്പോൾ ഞാൻ മറന്നുപോയി എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയാണ്. ഞാൻ വീഡിയോന്റെ അടിച്ചിട്ട് ലാസ്റ്റ് ഞാൻ എത്തി. അതായത് എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ കഴിക്കുന്നതിന് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക ഇൻ ദ സെൻസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി എടുക്കുന്നപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ഇതിലൊക്കെ കഴിക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുന്ന സമയത്തുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം പോലെ എനിക്ക് ഈ ബിരിയാണി, മന്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഫുഡ്, അതിന്റെ മന്തി കൊട്ടിരിപ്പിലൊക്കെ നല്ല ഒരുപാട് തീർന്നു. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡയറ്റ് നോക്കാറില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കാരണം ഞാൻ ഡെയിലി കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് കുറച്ചേ കഴിക്കുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ, ഇപ്പൊ ബിരിയാണി നമുക്ക് എന്നും കിട്ടില്ലല്ലോ, അപ്പൊ കിട്ടുന്ന ടൈമിൽ ഞാൻ നല്ല കഴിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനൊപ്പം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയാം, എന്റെ ചേച്ചിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവളിപ്പോ എന്ത് കിട്ടിയാലും ഇനിയിപ്പോ എത്ര ഇഷ്ടമുള്ള ഫുഡ് മുന്നിൽ കൊണ്ടുവച്ചാലും അവള് കുറച്ചേ കഴിക്കും. അപ്പൊ അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ല കഴിക്കും. പക്ഷെ അതിനനുസരിച്ചിട്ട് വലിയ പ്രശ്നമില്ല. എന്നാണ് എനിക്ക് പേഴ്സണലി എന്റെ വീട്ടില് അത് വലിയൊരു പ്രശ്നം വന്നിട്ടില്ല. കാരണം ബാക്കി എല്ലാ ദിവസവും ഞാൻ കുറച്ച് കഴിക്കണം. പിന്നെ എന്ന് പറഞ്ഞപ്പോ ഈ കേക്ക് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും അതിൽ പറഞ്ഞ പോലെ ഞാൻ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പുറത്തൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വർഷത്തിലൊന്നും നിർത്തൂല. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ വെയിറ്റ് ലോസ് ജേർണിന്ന് എനിക്ക് മനസ്സിലായതാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാം. അല്ലാതെ നമ്മൾ കഴിക്കും. ഇപ്പൊ അതേപോലെ പിക്കിൾസ് ഒക്കെ, അപ്പൊ അച്ചാർ ഞാൻ വീട്ടിലിട്ട് അച്ചാർ നന്നായി കഴിക്കുന്നതാണ്. പുറത്തത്തെ അച്ചാർ കഴിക്കും, പക്ഷെ എപ്പോഴെങ്കിലും, അല്ലാണ്ട് സ്ഥിരമായിട്ട് കഴിക്കില്ല. അപ്പൊ ഇതൊന്നും എനിക്ക് ഇത്ര പറയാനുള്ളൂ. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവർക്ക് എങ്ങനെ വെച്ചാൽ അവർക്ക് എന്നും ഒരു ഗ്ലാസ് ചായ വേണം, മധുരം ഇട്ടത് ഒറ്റ ഗ്ലാസ് മതി. അപ്പൊ ഈ ഒറ്റ ഗ്ലാസ് ചായ കൊണ്ട് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും
വെയിറ്റ് ഗെയിൻ ഉണ്ടാവും എന്ന് വെച്ചാൽ ഷുഗർ കഴിച്ച സ്വാഭാവികമായിട്ടും ചെറിയൊരു പോർഷനിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. പക്ഷെ അവർക്കത് വേണം, അവർക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവളത് കഴിക്കുന്നില്ല. ബാക്കി എനിക്കൊണ്ട് അവർക്ക് എന്നെ പോലെ സ്വീറ്റ്സിനോട് ആർത്തിയൊന്നുമില്ല. പക്ഷെ എന്നിട്ടും അവർക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നില്ല. അപ്പൊ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടിരിക്കുക. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് അത്ര നിർബന്ധമില്ല, അല്ലെങ്കിൽ അതിപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുന്ന സാധനങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ഹെൽത്തി ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 2-3 കൊല്ലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റിൽ അത് കണ്ടു തുടങ്ങും. പിന്നെയെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യം നിങ്ങൾക്ക് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ അത് നടക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് സംഭവിക്കാം 1 മാസം കൊണ്ടും 1 ദിവസം കൊണ്ടൊക്കെ നമുക്ക് കീറ്റോ ഡയറ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്യാം. പക്ഷെ കീറ്റോ ഡയറ്റ് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക്, അല്ലാതെ ഓവർ റെസ്ട്രിക്ഷൻസ് ഒന്നും ബോഡിക്ക് കൊടുക്കാണെങ്കിൽ പിന്നെ എന്താണ് നമുക്കൊരു ലൈഫ് ഒന്നേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം വരും. അപ്പൊ ഇപ്പൊ തിന്നാനും കുടിക്കാനും പറ്റുന്ന മാക്സിമം ചെയ്യാം, ഓവറാക്കണ്ട, ചെയ്യുക. അതിനൊപ്പം ഡെയിലി വർക്കൗട്ട് ചെയ്യുക. അപ്പൊ വർക്കൗട്ട് ഞാൻ പറയട്ടെ, ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമാണ്. പറ്റുന്ന എല്ലാ ദിവസവും, അല്ലാണ്ട് എനിക്ക് തീരെ വയ്യ അല്ലെങ്കിൽ തീരെ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്യും. അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ ഇപ്പൊ പീരീഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കുറെ പേർക്ക് കൺഫ്യൂഷനാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ഇതിനനുസരിച്ച് പറ്റും എന്ന് പറയുന്നവരുണ്ട്, പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ചെയ്യാറില്ല, എനിക്ക് ആ ടൈമിൽ എനിക്ക് വയ്യ. ഓക്കെ, അപ്പൊ വീഡിയോ പിന്നെ പോസ്റ്റാക്കേണ്ടി വന്നു. എന്ത് ചെയ്യാറ്, വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു 10-12 കോൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോട് ഞാൻ മടുത്തു പോയി. അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തോട്ട് നടക്കാം. അപ്പോ ഞാനിപ്പോ മൈ വെയിറ്റ് ലോസ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തമ്പനയിലിട്ടത്. അപ്പൊ ഇപ്പോഴും ഞാൻ മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എത്തിയത്. അങ്ങനെ നമ്മുടെ 2-3 വർഷം കടന്നുപോയി. എന്റെ തടിയൊക്കെ കുറഞ്ഞ് ഞാൻ ചുന്തിരി കുട്ടിയായി. പിന്നെ അതുപോലെ ഇപ്പൊ സൈസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഡ്രസ്സിന്റെ സൈസൊക്കെ പണ്ടൊക്കെ ഞാൻ XXL ഒക്കെ ഇട്ടിരുന്ന ആളാ. ഇപ്പൊ അതിൽ നിന്ന് മീഡിയം സൈസ് വരെയുള്ള ഡ്രസ്സുകൾ, മീഡിയം സൈസ് ഡ്രസ്സുകളാണ് ഞാൻ ഇപ്പൊ ഇടാറ്. അപ്പൊ അങ്ങനെ നമ്മുടെ സൈസൊക്കെ കുറഞ്ഞു, ഇഞ്ച് ലോസ് കുറഞ്ഞു, വെയിറ്റ് മെഷീനിൽ നോക്കുമ്പോൾ വെയിറ്റും കുറഞ്ഞു. അപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോയി. ഇപ്പൊ 2-3 വർഷമായിട്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം മുന്നേ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ 2 ദോശ 2 ചപ്പാത്തി എങ്ങനെ കഴിച്ചിരുന്നാണ്. അപ്പൊ പെട്ടെന്ന് ഞാനിപ്പോ ചിലപ്പോ രാവിലെ കോളേജിൽ പോകുമ്പോൾ വിശക്കും, ഇനി ഉച്ചയ്ക്ക് വിശക്കൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ഫുഡിന്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂട്ടാൻ തുടങ്ങി. എക്സസൈസ് പക്ഷേ ഡെയിലി എടുക്കും കേട്ടോ, ഫുഡിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ല രീതിക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചധികം കഴിച്ചു തന്നിരും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഡെയിലി ബേസിസിൽ കുറച്ച് ഫുഡ് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ കൂട്ടി വന്നു. കുറെ കൂട്ടിയിട്ടൊന്നുമല്ല, ഈ പറഞ്ഞ ഈ ഒരു ക്വാണ്ടിറ്റി ചെറുതായിട്ടൊന്ന് കൂട്ടി. എക്സസൈസ് ഡെയിലി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തടി വെക്കാൻ തുടങ്ങുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇൻ ദ സെൻസ് എന്നോട് ആൾക്കാർ പറയാൻ തുടങ്ങി ഇപ്പൊ തടി വെക്കാൻ തുടങ്ങി. പിന്നെ അവരിവിടെ നമ്മുടെ എല്ല് ഉണ്ടാവുമല്ലോ, ബ്യൂട്ടി ബോർഡ് എന്റെ ഭയങ്കര വിസിബിൾ ആയിരുന്നു. നന്നായിട്ട് ഇങ്ങനെ എല്ല് പൊന്തി. എന്നോട് ഇപ്പൊ അച്ഛനൊക്കെ പറയുന്നു ഇവിടെ വെള്ളം നിറയ്ക്കാനുള്ള സ്ഥലമുണ്ട്, അല്ലെങ്കിൽ എണ്ണ ഒഴിക്കാനുള്ള സ്ഥലമുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ സൈസ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ തടിക്കുന്നുണ്ട്, അങ്ങനത്തെ ആ ഒരു സാധനം എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് തടി കൂടി വിചാരിച്ച പ്രശ്നമില്ല. കാരണം ഒന്നാമത്തെ എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, എനിക്ക് 176 സെന്റിമീറ്റർ ഉണ്ട് ഹൈറ്റ്. അപ്പൊ എന്തായാലും അതിനോട് 76 കിലോ വരെ എനിക്ക് വെയിറ്റ് പോവാം, കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും 76-ന് മുകളിലൊന്നും എനിക്കില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് കുറേ ആയി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സുമാർ പറയാം, എന്തായാലും 80 പോയിട്ടില്ല. 80 കാരണം എനിക്കറിയാമല്ലോ പഴയ വെയിറ്റ് 80 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, 80 എന്തായാലും പോയിട്ടില്ല. പക്ഷെ 70 ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഫുഡ് കുറച്ച് കൂട്ടി വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അതായത് എക്സസൈസിലല്ല എനിക്ക് കൺസിസ്റ്റൻസി പറ്റിയത്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, ഇപ്പൊ ബിരിയാണി കിട്ടി ഞാൻ നന്നായി കഴിക്കും. അല്ലാണ്ട് ഞാൻ ഡെയിലി ബേസിസിൽ കഴിക്കുന്ന ഫുഡ് കൂടിയപ്പോൾ എൻ്റെ വെയിറ്റിനെ അത് ബാധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പൊ പിന്നെ ഞാൻ ആ ഒരു പഴയ ക്വാണ്ടിറ്റിയിലോട്ട്, അതായത് പണ്ട് ഞാൻ കഴിച്ച ആ പഴയ ക്വാണ്ടിറ്റിയിലോട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അതിനിപ്പോ വെയിറ്റിൽ താഴ്ന്നിട്ട് കുറച്ച് ടൈം എടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് കൂടെ കുറയ്ക്കാവുന്നതേ ഉള്ളൂ. പണ്ട് കുറച്ച ഒരാളാണ്, അപ്പൊ ഇനിയും കുറയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് ഫോക്കസ് ചെയ്ത് പറയാം. നിങ്ങൾ വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്, ലോങ് ടേം വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
പ്ലീസ് ഡു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി എന്തായാലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്തവർ ഈ പഠിക്കാൻ നിൽക്കാണ്ടിരിക്കുക. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് എക്സസൈസ് എടുത്ത് ഫുഡ് കൺട്രോൾ ചെയ്ത് വെയിറ്റ് ഒക്കെ കുറച്ച് ഒക്കെ സെറ്റായി വന്നിട്ട് വീണ്ടും തടിക്കുക അല്ലെങ്കിൽ വീണ്ടും തടഞ്ഞാൽ നമുക്കൊരു വിഷമം മാത്രമല്ല നമ്മൾ അത്രയും വർക്ക് ചെയ്തത് വെറുതെ ആയിരിക്കും. അപ്പൊ അതൊരിക്കലും വേസ്റ്റ് ആവാൻ പാടില്ല. അപ്പൊ ഒന്നെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഈ പറഞ്ഞ വർക്കൗട്ടിന്റെ കേസാണെങ്കിൽ വർക്കൗട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളത് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നമ്മളിപ്പോ എന്താ പറയുക, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ 3-4 വർഷം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഒരു ദിവസം ഞാൻ പറയല്ലോ, എനിക്ക് തീരെ വയ്യ അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് മാത്രമേ ഞാൻ വർക്കൗട്ട് ചെയ്യാത്തുള്ളൂ. അല്ലാത്തൊരു നോർമൽ ഡേയിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മളിപ്പോ പല്ല് തേച്ചില്ല അല്ലെങ്കിൽ നമ്മളിപ്പോ കുളിച്ചില്ല, ഇപ്പൊ നിങ്ങൾ ചോദിക്കും നീ അതിന് ഡെയിലി കുളിക്കാറുണ്ട്. ഞാൻ ഡെയിലി കുളിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ പല്ല് തേച്ചില്ല അല്ലെങ്കിൽ നമ്മൾ കുളിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചില്ല, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരുന്ന നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. എപ്പോൾ ഒരു നേരം ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ എന്നും ഞാൻ ഇപ്പൊ 3 നേരം ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു നേരം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അതേപോലെ തന്നെ നമ്മൾ എക്സസൈസ് എടുത്തില്ലെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിരിക്കണം എന്നല്ല, വന്നിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്തില്ലല്ലോ, ആ ഒരു സാധനം പറഞ്ഞു. അതായത് ഡെയിലി നമ്മൾ ചെയ്ത് തന്നെ അത് വരുത്താൻ പറ്റുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാകുമ്പോൾ നമ്മളായിട്ട് എനി റിസ്ക് അല്ലെങ്കിൽ എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്തിരിക്കും. എക്സസൈസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കും. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചതാണെങ്കിൽ ഞാൻ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എക്സാം ഒക്കെ വന്നു വിചാരിക്കും, ഞാൻ എൻ്റെ എല്ലാ ബാക്കി പരിപാടികളും മാറ്റി വെക്കും. ഇപ്പൊ പണ്ടൊക്കെ ഞാനിപ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സാം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തല നോക്കൂല ഇൻ ദ സെൻസ് ഞാൻ മുടി മര്യാദയ്ക്ക് ഹെയർ ഓയിലിംഗ് ചെയ്യില്ല, ഹെയർ മര്യാദയ്ക്ക് മസാജ് ചെയ്യില്ല. അതിനുള്ള എൻ്റെ മുടിയിൽ കാണാറുണ്ട് ഇപ്പോഴും കോഴിവാല് പോലെ. ഇത് പിന്നെ വളർന്നിട്ടുണ്ട്. അപ്പൊ ആ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് ഞാനിപ്പോ എക്സാമിന്റെ സമയത്താണെങ്കിൽ പോലും ഓക്കെ. അപ്പൊ വീണ്ടും ഒരു കോള് വന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കണം ആരെ ഇത്രമാത്രം വിളിക്കാൻ. അപ്പൊ എന്തോ ആയിക്കോട്ടെ. അപ്പൊ വീണ്ടും കോൾ വന്നു. സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ട് ഞാൻ തന്നെ മുമ്പെടുത്തു പോയി. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ എന്നും എക്സസൈസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 5-10 മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറെ നേരം എക്സസൈസ് എടുക്കുന്ന ഒരാളാണ്. ഞാൻ അരമണിക്കൂറൊക്കെ റയറസ്റ്റ് അരമണിക്കൂർ ഞാൻ എക്സസൈസ് എടുക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ കുറച്ച് നേരം മാത്രം എക്സസൈസ് എടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ്. ഇപ്പൊ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ ഉണ്ടാവും. HIIT യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ 10-15 മിനിറ്റോ ചെയ്താൽ തന്നെ നല്ല രീതിക്ക് ബേൺ ആവും. നമ്മൾ കാർഡിയോ എക്സസൈസ് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ നടക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ ഓടുന്നതിന്റെ ആ സെയിം എഫക്ട് ഉണ്ടാവും ഇത് 10-15 മിനിറ്റ് ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് HIIT വർക്കൗട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ച് നേരം ചെയ്താൽ മതിയല്ലോ. അപ്പൊ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്നത് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താ പറയുക എൻ്റെ വെയിറ്റ് ലോസിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ പൊട്ടത്തരും പിന്നെ അതേപോലെ ഞാൻ ഫോളോ ചെയ്തു. പിന്നെ ഞാനെപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് എടുക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ള പരിപാടികൾ മതി. അല്ലാതെ ഈ കീറ്റോ ഡയറ്റ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇതിനൊന്നും പോകാണ്ടിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. അപ്പോൾ ഇത് പറയാൻ ഞാനും ആരുമല്ല, ഞാൻ ഇപ്പോൾ ഫിറ്റ്നസ് ട്രെയിനറോ ഒരു തേങ്ങയല്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത ആ ഒരു അനുഭവത്തിൽ എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ബൈ ബൈ.